യൂറോപ്യൻ യൂണിയൻ കമ്മീഷന്റെ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയൻ അസന്നിഗ്ധമായി ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. യൂറോപ്പ് വിൽ സ്റ്റാൻഡ് വിത്ത് ഇന്ത്യ എന്ന് തെളിച്ചു പറയുകയും ചെയ്തു. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത ലോക നേതാക്കളാണ്. ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായ പിന്തുണ വന്നത് ഇസ്രയേലിൽ നിന്നാണ്. ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്നും ഭീകരതയെ തുടച്ചു നീക്കുമെന്നുമാണ് ഇസ്രയേൽ അയച്ച സന്ദേശം. മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചത്. പതിറ്റാണ്ടുകളായി ഇന്ത്യയുമായി വ്യാപാര ബന്ധമുള്ള രാജ്യമാണ് ഇറാൻ. അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച കാലത്ത് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുകയും ഇറാന് ഗോതമ്പ് നൽകുകയും ചെയ്തത് ഇന്ത്യയാണ്. മധ്യസ്ഥതയേക്കാൾ ഇന്ത്യ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത് പിന്തുണയാണ്. ഇന്ത്യയോട് ഏറ്റുമുട്ടുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന് കരുതുന്നവരാണ് പാകിസ്ഥാനിലെ ഭരണകൂടവും സൈന്യവും. എന്നാൽ പൂർണ്ണ യുദ്ധമായി മാറിയാൽ ഗതി എന്താകും എന്ന ആശങ്ക പാക് സൈന്യത്തിനും സർക്കാരിനുമുണ്ട്. ചൈന പൂർണ്ണമായും പാകിസ്ഥാനൊപ്പം എന്ന് പ്രഖ്യാപിച്ചാൽ അമേരിക്കയും യൂറോപ്പും ഇന്ത്യക്കൊപ്പം തന്നെ നിലയുറപ്പിക്കും. അമേരിക്കയും യൂറോപ്പും നിൽക്കുന്നിടത്തേക്ക് പിന്നെ റഷ്യ വന്നു ചേരുമോ എന്നതാണ് സംശയം. വിഷയം സങ്കീർണമാണ്. യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ലോകക്രമം തന്നെ മാറി മറിയാനും മതി.